പാർക്കിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ ഗാന്ധി പാർക്ക് ഉണ്ട്, അവിടെ ബീച്ചിൻ്റെ കുറച്ചപ്പുറത്ത് തന്നെ. അവിടെ നിന്ന് ഏകദേശം 4 കിലോമീറ്റർ എന്നാണ് അവർ പറഞ്ഞത് ഞങ്ങൾ ചോദിച്ചപ്പോൾ. അപ്പോൾ ഇത് ഗവൺമെൻറ്റിൻ്റെ തന്നെ ബഗ്ഗിയാണ്. നമ്മൾ ഈ ബഗ്ഗിലാണ് സൺസെറ്റ് പോയിന്റിലേക്ക് പോകുന്നത്. അപ്പോൾ നമുക്ക് അവിടെ പോയിട്ട് സൺസെറ്റ് കാണാം. അപ്പോൾ ഈ ബഗ്ഗിയിൽ നമ്മളെ ഗാന്ധി പാർക്കിൽ നിന്ന് അവിടെ സൺസെറ്റ് പോയിന്റ് വരെ കൊണ്ടാക്കും കേട്ടോ. അപ്പോൾ അതിന് ഒരാൾക്ക് 20 റുപ്പീസ് മാത്രമേ ചാർജ് വരുന്നുള്ളൂ. നേരെ മറിച്ച് നമ്മൾ ഓട്ടോയിലൊക്കെയാണ് പോകുന്നതെന്നുണ്ടെങ്കിൽ അവിടെ 300-400 രൂപയൊക്കെ കൊടുക്കേണ്ടി വരും. അപ്പോൾ ഞങ്ങളിവിടെ സൺസെറ്റ് പോയിന്റിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടുത്തെ ലോക്കൽസ് എന്താ പറയുക വെച്ചാൽ അവിടെ മീൻമുട്ട് കണ്ടോ, അതിൻ്റെ അറ്റത്ത് പോയി നിന്ന് കഴിഞ്ഞാലാണ് നമുക്ക് നന്നായിട്ട് സൺസെറ്റ് കാണാൻ പറ്റുക. ഇവിടെ ഇരുന്നാലും നമുക്ക് നന്നായിട്ട് കാണാനൊക്കെ പറ്റും. പക്ഷെ അവിടെ എത്തിയപ്പോൾ ഞങ്ങളെ മേഘം ചതിച്ചു ഗൈസ്. ഞങ്ങളവിടെ എത്തിയപ്പോഴത്തേക്കും സൂര്യനെ മേഘം മൊത്തം മൂടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അന്ന് സൺസെറ്റ് കാണാൻ പറ്റിയില്ല. പക്ഷെ എന്നാലും ഇവിടെ നല്ല എൻ്റർടൈൻമെൻ്റ് ആയിരുന്നു കേട്ടോ. നല്ല രസമാണ് ആ കാറ്റൊക്കെ കൊണ്ടിട്ട് ബീച്ചിൻ്റെ സൈഡിൽ ഇങ്ങനെ ഇരിക്കാനായിട്ട്. പിന്നെ അവിടെ എൻജോയ്മെൻറ്റിന് വേണ്ടിയിട്ട് ഒരുപാട് സാധനങ്ങളുണ്ട്, കുതിര സവാരിയും അതുപോലെ തന്നെ ഒരുപാട് ഗെയിംസും. പിന്നെ അവിടുത്തെ മെയിൻ ഹൈലൈറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ കഴിക്കാനായിട്ട് ഇഷ്ടം പോലെ സാധനങ്ങളാണ്. ഇങ്ങനെ ഫിഷൊക്കെ ഫ്രൈ ചെയ്യുന്ന ഒരുപാട് ഷോപ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ മൊയ്വാള എന്ന് പറഞ്ഞൊരു ഫിഷ് മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ ആരും അത് കേട്ടിട്ടില്ല. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും അത് കേട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. കാര്യം പേരറിയാത്ത മീനായിരുന്നെങ്കിലും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. നല്ല മസാലയൊക്കെ തേച്ച് നല്ല മുരിഞ്ഞ മീനായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി. അപ്പോൾ ഇവിടെ വരുമ്പോൾ നിങ്ങൾ ഇത് ട്രൈ ചെയ്യാൻ മറക്കണ്ട. പിന്നെ അതുപോലെ ഞങ്ങൾ മാങ്ങയും ചോളവും ഒക്കെ കഴിച്ചിട്ടോ. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്ട്രീറ്റ് ഫുഡും കൂടെ എക്സ്പ്ലോർ ചെയ്യുക. അപ്പോൾ എല്ലാവരും ഓടി വായോ.